ഒരു പ്രാവശ്യം കൂടെ നമുക്കിങ്ങനെ ഒരുമിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് വരാനൊരവസരം ദൈവം നമുക്ക് തന്നു. അതിനായിട്ട് നന്ദി പറയാം. ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടി വന്ന് ഒന്നിച്ച് കൂടി ആരാധിക്കുവാൻ നമുക്കൊരു അവസരം ഇതുവരെയും വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോക്ക്ഡൗൺ ഇളവുകളൊക്കെ വന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് അവസരങ്ങളുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള സങ്കീർത്തന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 23 ആദ്യം. ശരിയാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള വാക്യമാണ് സാധാരണ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു വാക്യം. ഞാൻ ആദ്യം പഠിച്ച വാക്യം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് ഐ ഷാൽ നോട്ട് വാണ്ട് എന്നുള്ള വാക്യമാണ്, സംശയമില്ല. അതുപോലെ തന്നെ കാണാപ്പാടം അറിയാവുന്ന മറ്റൊരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. അത് പ്രത്യേകിച്ച് ഈ കാലത്ത് അത് എല്ലാവർക്കും കാണാപ്പാടം അറിയാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ടേ പലരും തലണക്കീഴ് ബൈബിൾ വെച്ചിട്ടാണ് പലരും കിടക്കുന്നത്. അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടൊന്നുമല്ല, ഭയം കൊണ്ടാണ്, പേടിച്ചിട്ടാണ് സത്യം. ഈ 91 സങ്കീർത്തനം സ്ഥിരം ഉരുവിടുന്നതിൻ്റെ ഒരു കാരണം പേടി തന്നെയാണ്. എന്താണ്? അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. 3-ാം വാക്യം അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും. ആ ഒരൊറ്റ പദം പറയാനാണ് ഞാനത് ഇത്രയും പറഞ്ഞത്. നാശകരമായ മഹാമാരി. നമ്മളിപ്പോൾ ഒരു മഹാമാരി കാലത്തൂടെയാണ് കടന്നു പോകുന്നത്. നാശകരം എന്നുള്ളതിന് വേറെന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിനോടകം 40 ലക്ഷം പേര് മരിച്ചു കഴിഞ്ഞു. 40 ലക്ഷം പേര് മരിച്ചതിൽ ആദ്യത്തെ 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയും കൂടെയാണ്. അപ്പോൾ ഒരു നാശകരമായ പെരിലസ് പെസ്റ്റിലൻസ് എന്നാണ്, ഒരു വല്ലാത്ത ഒരു മഹാമാരി കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കും വിടുവിക്കും എന്നല്ലേ നമ്മൾ ഈ ഏറ്റു പറയുന്നത്. നമ്മൾ ഈ വിശ്വസിച്ച് വായിച്ചു വിടുന്നതും അല്ലേ പ്രാർത്ഥനയിൽ ഉരുവിടുന്നതൊക്കെ നാശകരമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന അത്യുന്നതനായ ദൈവമേ എന്നൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ, ചിലപ്പോഴെങ്കിലും കഴിഞ്ഞ നാളുകളിൽ ചിലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു ലക്ഷണം കണ്ടപ്പോഴേ പ്രാർത്ഥിച്ചു, ഒരു പ്രയാസവും വരരുതേ എന്ന് ആദ്യം പ്രാർത്ഥിച്ചു, പോസിറ്റീവായെന്ന ലക്ഷണം അറിഞ്ഞപ്പം പ്രാർത്ഥിച്ചു, അയ്യോ ആശുപത്രി പോണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിച്ചു, ആശുപത്രി പോയി എന്ന് കേട്ടപ്പം പ്രാർത്ഥിച്ചു, ICUവിലാകരുതേ എന്ന് ആഗ്രഹിച്ചു, ICUവിലായപ്പോഴും പ്രാർത്ഥിച്ചു, വെന്റിലേറ്ററിൽ ഒരു കാരണവശാലും കയറരുതേ എന്ന് വിചാരിച്ചു, വെന്റിലേറ്ററിലായി വീണ്ടും പ്രാർത്ഥിച്ചു. ഒടുവിൽ നാം പ്രാർത്ഥിച്ചതിന് ഉത്തരമായിട്ട് ആ വ്യക്തിയെ കർത്താവ് ഭൂമിയിൽ നിന്നങ്ങ് മാറ്റി. ഇങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സത്യമല്ലേ ഞാനീ പറയുന്നത്? നമ്മൾ എത്രയോ പേർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ദൈവമനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ? പാസ്റ്റേഴ്സ് എത്രയോ പേര് മരിച്ചു, എത്രയോ മിഷണറിമാർ മരിച്ചു. നമ്മൾ തന്നെ പരിചയത്തിലോ സ്നേഹത്തിലോ അറിവിലോ കൂട്ടായ്മയിലോ ഒക്കെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം തന്നില്ല. ഇതാണ് സത്യം. എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാത്തത്? അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് കർത്താവ് ആ പ്രാർത്ഥന കേൾക്കാത്തത്? ഇതൊരു ന്യായമായ ഒരു ചോദ്യമല്ലേ? Why is he not hearing and answering our prayers? എന്തുകൊണ്ട്? ദൈവവചനത്തിലേക്ക് തന്നെ നമുക്കൊന്ന് വരാം. ഇന്ന് നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ ദൈവവചനത്തിലേക്കൊന്ന് വരാം. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? എന്താണ് നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പം? എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വചനത്തിലേക്ക് തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നാം കാണുന്നു പുതിയ നിയമസഭ എങ്ങനെ തുടങ്ങി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെ കൂടിയിരുന്ന 120 പേരെ നിറച്ച് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ദൈവത്തെ ആരാധിക്കുകയും ഓടിക്കൂടിയ ജനക്കൂട്ടത്തോട് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേൾവിക്കാർക്ക് കുത്തുകൊണ്ടിട്ട് അവരെന്ത് ചെയ്തു? എന്ത് ചെയ്യണം ഞങ്ങൾ എന്ന് ചോദിച്ച് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അങ്ങനെ 3000, 5000 വലിയൊരു ഉണർവ് യെരുശലേമിന് ചുറ്റുപാട് നടക്കുകയാണ്. പക്ഷേ ഈ രക്ഷിക്കപ്പെട്ട് വരുന്നതെല്ലാം യഹൂദന്മാർ തന്നെയാണെന്നുള്ള കാര്യവും മറക്കരുത്. പക്ഷേ യഹൂദന്മാരെ വിട്ട് ജാതികളിലേക്ക് ഈ സുവിശേഷം ചെന്ന് അവരെ ഈ പറഞ്ഞ സഭയിലേക്ക് കൈപിടിച്ച് കയറ്റുവാനുള്ള ഭാഗ്യം പത്രോസിന് തന്നെയാണ് ഉണ്ടായത്.
അത് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 10, 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം വായിച്ച് നോക്കുമ്പം അവിടെ കൊർന്നല്യൂസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. 2-ാം വാക്യം, അദ്ദേഹത്തെ പറ്റി ഒരു ക്വാളിറ്റി ദൈവവചനം പറയുന്നത്, താൻ ഭക്തനും സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. 4 ഗുണമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നും ഈ 4 ഗുണവും കൂടെ ഒത്തുവരുന്ന ഒരാളിനെ കാണാൻ വലിയ പ്രയാസമാണ്. 1, ഭക്തനാണ്, അല്ലേ, ഭക്തനായ മനുഷ്യൻ. 2, മുഴു കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഒരുപക്ഷെ ഭക്തനും അയാൾ തന്നെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കും, പക്ഷേ കുടുംബത്തിലുള്ളവരൊക്കെ അയാളെപ്പോലെ ആയിരിക്കണമെന്നില്ല. ഇത് അയാൾ മാത്രമല്ല, അയാൾ വീട്ടിലുള്ള എല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. ഗോഡ്ലി ഫാമിലി, ഗോഡ് ഫിയറിങ് ഫാമിലി. 3, ധാരാളം ധർമ്മം കൊടുക്കുന്നവനാണ്. ഇതാ വേറൊരു പ്രശ്നം. ഈ വലിയ ഭക്തന്മാരൊന്നും കൊടുക്കത്തില്ല, ഈ ഒത്തിരി കൊടുക്കുന്ന ഒരു ഭക്തന്മാരും ആയിരിക്കത്തില്ല. ഇത് രണ്ടും കൂടെ ചേർന്ന് വരത്തില്ല, അതാണൊരു പ്രശ്നം. പക്ഷെ ഇവിടെ ഇദ്ദേഹം ഭക്തനുമായിരുന്നു, ഭയപ്പെടുന്നവനുമായിരുന്നു, വളരെ കൊടുക്കുന്നവനായിരുന്നു. ഇനി ഇത് 3 ഒത്തു വന്നാലും 4ാമത്തെ വരത്തില്ല. എന്താണ്? ഇദ്ദേഹം വേറെ പണിയില്ലാത്ത ആളല്ല, ഇദ്ദേഹം ഒരു ശതാധിപനാണ്, ഒരു മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എപ്പോഴും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. തൻ്റെ ജോലി സമയത്തും ഒക്കെ താനിപ്പം നിരന്തരം താനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ കണക്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല. അയാൾ ബോൺ അഗെയിൻ ബിലീവർ അല്ല, അയാൾ സ്നാനപ്പെട്ടിട്ടില്ല, അയാൾ വേർപെട്ടിട്ടില്ല, അയാൾ വിശ്വാസികളുടെ സമൂഹത്തിലല്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ശരി, 3-ാം വാക്യം, അങ്ങനെ ഇരിക്കെ താനൊരു ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത്, ഈ 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയാണ്, ആഫ്റ്റർനൂൺ 3 o'clock. ഒരു ദർശനത്തിലൊരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു, അല്ലേ? താനിരിക്കുന്ന, ഒരുപക്ഷെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല, തൻ്റെ വീട്ടിൽ തൻ്റെ അടുത്തൊരു ദൂതൻ വരും. ദർശനത്തിലാണിത് കാണുന്നത്. എന്നിട്ട് കൊർന്നല്യൂസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അപ്പം തന്നെ തിരക്കി തന്നെയാണ് ഈ ദൂതൻ വന്നത്, തന്നോട് എന്തോ പറയാനാണ് ഈ ദൂതൻ വന്നിരിക്കുന്നത്. ഭയപരവശനായി ഇങ്ങനെ ഉറ്റു നോക്കിയപ്പം, എന്താണ് കർത്താവേ എന്ന് ചോദിച്ചപ്പം അവനവനോട്, നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ആദ്യമായിട്ട് ഈ ദൂതൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ധർമ്മവും മുമ്പാകെ എത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു പാഠം നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല മുകളിലെത്തുന്നത്, നമ്മുടെ ധർമ്മവും മുകളിലെത്തും. നമ്മുടെ ദാനധർമ്മങ്ങൾ, നോട്ട് ഓൺലി യുവർ പ്രേയേഴ്സ് ബട്ട് ഈവൻ യുവർ ആംസ്, അല്ലേ? നമുക്ക് ഒരു തോന്നലുണ്ട് നമ്മുടെ പ്രാർത്ഥന മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇന്ന് ഈ മുകളിലോട്ട് പോകുന്നു നമ്മൾ പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാത്തതിന് ഒറ്റ കാര്യം, ഈ പ്രാർത്ഥന മാത്രമേ പോകുന്നുള്ളൂ. അതാ പ്രശ്നം, അല്ലേ? ഈ പ്രാർത്ഥന അല്ലാതെ പിന്നെ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒരാളൊരു ആവശ്യം പറയുമ്പോൾ എല്ലാം കേട്ടേച്ച് പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ ആവശ്യം കേട്ടപ്പം ആ ആവശ്യത്തിന് കൂട്ടായ്മ കാണിക്കാനുള്ള വക ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ കയ്യിലിരിക്കെ നമ്മൾ വളരെ ആത്മീയരായിട്ട് നടിച്ചുകൊണ്ട് പറയും, പ്രാർത്ഥിക്കാം ബ്രദറെ, സിസ്റ്ററെ, പ്രാർത്ഥിക്കാം. അതായത് പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റൂ. ഇതാണ് പ്രശ്നം. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക മാത്രമല്ലായിരുന്നു, താൻ ധാരാളം ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. അപ്പം സ്വർഗത്തിൽ ചെന്നപ്പം പ്രാർത്ഥന മാത്രമല്ല സ്വർഗത്തിൽ ചെന്നത്, ഈ ധർമ്മവും അങ്ങ് ചെന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും എന്തും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ ദൈവസഭ എന്തും കൂടെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പിന്നീട് നമുക്കറിയാം, പത്രോസിനെ വിളിച്ചു വരുത്തി ബാക്കി കാര്യങ്ങൾ പത്രോസ് പറയും. ഒട്ടം തന്നെ ഇദ്ദേഹം ആൾ പറഞ്ഞയച്ചു, പത്രോസിനെ വിളിപ്പിച്ച് കൊണ്ടുവന്നു. പത്രോസിനോട് വന്ന പാടെ ചെന്ന് കാലേ വീണൊക്കെയാണ് സ്വീകരിക്കുന്നത്. പത്രോസ് ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ചത്, എന്താ കാര്യം? അപ്പോൾ ഇദ്ദേഹം ഈ ദൂതൻ വന്ന കാര്യം ഒന്നുകൂടെ പറയുകയാണ്. അതിൻ്റെ 30-ഉം 31-ാം വാക്യം, അതേ അധ്യായത്തിൻ്റെ 30-ഉം 31-ഉം ഇങ്ങനെയാണ്. അതിന് കൊർന്നല്യൂസ്, 4-ാം നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചിത സമയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഹാഡ് എ ഡിസിപ്ലിൻ ലൈഫ് ഓഫ് പ്രെയർ എന്ന് കൂടെ നമുക്ക് പറയാം. ശുഭ്രവസ്ത്രം ധരിച്ചൊരു പുരുഷൻ്റെ മുമ്പിൽ നിന്ന്, അടുത്ത വാക്യം, കൊർന്നല്യൂസേ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. കൊർന്നല്യൂസേ, ദൈവം നിൻ്റെ പ്രാർത്ഥന മാത്രമല്ല കേട്ടത്, നിൻ്റെ ധർമ്മവും ഓർത്തിരിക്കുന്നു. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല കേൾക്കുന്നത്,
നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളും ഓർത്തിരിക്കുന്നു. ഇന്നൊരു പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരായിരിക്കത്തില്ല, അല്ലേ? പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ യേശുവിനോടോ യേശുവിൻ്റെ നാമത്തിലോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല, പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ധാരാളം ധർമ്മം കൊടുക്കുന്നു. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയും ധർമ്മവും ദൈവം ഓർത്തു വയ്ക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യനെന്ന് യേശുവിനെ അറിഞ്ഞിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലേ? പക്ഷേ അങ്ങനെയുള്ള ആൾക്ക് ദൈവം ആ പ്രാർത്ഥനയും ധർമ്മവും അവിടെ എത്തിയതുകൊണ്ട് ഒരു വഴി ഒരുക്കി കൊടുത്തു സുവിശേഷം കേൾക്കുവാനും രക്ഷിക്കപ്പെടുവാനും. അത് മറക്കരുത് പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നോട്ട് ഓൺലി പ്രേയേഴ്സ്, പ്രാർത്ഥന മാത്രം മുകളിലോട്ട് ചെന്നാൽ പോരാ, നമ്മുടെ ദാനധർമ്മങ്ങളും മുകളിലോട്ട് ചെല്ലണം പ്രിയപ്പെട്ടവരെ, അല്ലേ? പലപ്പോഴും പ്രെയർ ബ്രിങ്സ് വിക്ടറി, പ്രാർത്ഥന ജയം കൊണ്ടുവരുന്നു. പ്രാർത്ഥന മാത്രമല്ല ജയം കൊണ്ടുവരുന്നത്, പ്രെയർ ആൻഡ് ചാരിറ്റി ബ്രിങ്സ് വിക്ടറി എന്നൊരു ഭക്തൻ പറഞ്ഞത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ, പ്രാർത്ഥന മാത്രമല്ല പ്രിയപ്പെട്ടവരെ. പലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥന മാത്രം മുകളിലോട്ട് പോയിട്ട് അതിന് ഉത്തരം കൊണ്ടുവരാത്തതിൻ്റെ ഉത്തരം ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഇങ്ങനെയുണ്ട്, സിൻസ് ഓഫ് ഒമിഷൻ ആൻഡ് സിൻസ് ഓഫ് കമ്മീഷൻ. നമ്മൾ ചെയ്യരുതാത്ത പാപം ചെയ്താൽ അത് സിൻസ് ഓഫ് കമ്മീഷൻ. അതേസമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ ഇരുന്നാൽ അതും പാപമാണ്. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ചെയ്യരുതാത്ത കാര്യം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് പലപ്പോഴും. പക്ഷേ നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതിരുന്നാൽ അതും പാപമാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്യുന്നു, അത്ര തന്നെയാണ് എൻ്റെ അർത്ഥം. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം, യെശയ്യാവ് 1:5, യെശയ്യാവ് 1:5 യഹോവ ദൈവം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങളിങ്ങനെ കൈയൊക്കെ മലർത്തി ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഒരു പ്രെയർ പോസ്റ്ററാണത്, അല്ലേ? നിങ്ങൾ വലിയ ഈ പ്രാർത്ഥനാ സമയത്ത് ഇങ്ങനെ ഒന്നങ്ങോട്ട് നിന്ന് കൈയൊക്കെ മലർത്തി അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പം ഞാൻ പതുക്കെ കണ്ണങ്ങ് മറച്ചില്ല, എനിക്ക് കാണണ്ട. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചു, നിങ്ങൾ 24 മണിക്കൂറും നിങ്ങൾ ചെയിൻ പ്രെയർ, നൈറ്റ് പ്രെയർ, ഫാസ്റ്റിംഗ് പ്രെയർ, എന്തൊക്കെ നിങ്ങൾ അന്യഭാഷയിലങ്ങ് പ്രാർത്ഥിച്ചോ മണിക്കൂർ കണക്ക്, ഓക്കെ, ഞാൻ കേൾക്കത്തില്ല. കാര്യം എന്താ? നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ പിന്നെ താഴോട്ടുള്ള കോണ്ടെക്സ്റ്റ് വായിച്ചാൽ എന്താണ് ഈ കൊലപാതകം എന്നൊക്കെ പറയുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ സഹോദരന് നേരെ നാം ചെയ്യുന്ന ചില പ്രവൃത്തികൾ, സഹോദരന് നേരെ നാം പറയുന്ന കാര്യങ്ങൾ, അല്ലേ? ഞാൻ എൻ്റെ സഹോദരനെ പകച്ചാൽ ഞാൻ കൊലപാതകനാണ്. എൻ്റെ സഹോദരനെക്കുറിച്ച്, എൻ്റെ സഹവിശ്വാസിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുകയും അവനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവനെ കൊല്ലുകയാണ്. എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവനെ കൊന്നിട്ട്, അതായത് ഒരുത്തനെ നമ്മൾ കൊല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ രക്തക്കറ വരും. എന്നിട്ട് ഈ രക്തക്കറയുള്ള കൈയാണ് ഉയരത്തിലേക്ക് പൊക്കി നമ്മൾ വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ദൈവം പറഞ്ഞു, എൻ്റെ കയ്യിൽ രക്തക്കറയുണ്ടല്ലോ, അല്ലേ? നമുക്കറിയാം, ഇന്ന് പ്രമാദമായ പല കൊലപാതകങ്ങളും നമുക്ക് ചുറ്റുമൊക്കെ നടക്കുമ്പം പോലീസ് തെളിവായിട്ട് എടുക്കുന്നത് അവൻ്റെ കയ്യിലെ രക്തക്കറ, അതെവിടെ പോയി കഴുകിക്കളഞ്ഞു, രക്തക്കറ പുരണ്ട തുണികൾ, ആ കത്തി, രക്തം പുരണ്ട കത്തി, ഇതൊക്കെയാണ് തെളിവ്. ഇതുപോലെ നമ്മുടെ കയ്യിലും രക്തക്കറയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് രക്തക്കറ? ആരെയും കത്തിയെടുത്ത് കുത്തിയതിൻ്റെ രക്തക്കറയല്ല, സഹോദരനെ പകച്ച് സഹോദരനെതിരെ സംസാരിക്കുകയും സഹോദരനെതിരെ ഈ പറഞ്ഞ പോലെ പ്രവർത്തിക്കുകയും, സഹോദരനെ എന്നും നന്മയ്ക്കെന്ന പോലെയാണ് നമ്മൾ പറയുന്നത്, പക്ഷേ പലപ്പോഴും തിന്മയ്ക്കായിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ദയവായി ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഒരിക്കലും നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധം അതിന് തടസ്സമായിരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ വളരെ ഗൗരവത്തോടെ, വളരെ താഴ്മയോടുകൂടിയാണ് ഈ ഭാഗം ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ 16-ാം അധ്യായത്തിൽ, അല്ല 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ വായിക്കും, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൽ മുമ്പെന്ന് നീക്കിക്കളവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. അതാണ് സിൻസ് ഓഫ് കമ്മീഷൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. ഡു നോട്ട് ഡു ഈവിൾ. തിന്മ ചെയ്യരുത്. പക്ഷേ തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞതിനോടൊപ്പം അടുത്ത വാക്യം യെശയ്യാവ് 1:17, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. കേട്ടോ, തിന്മ ചെയ്യരുതെന്ന് മാത്രമല്ല, നന്മ ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ചെയ്യരുതാത്ത തിന്മ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ചെയ്യേണ്ടുന്ന നന്മ ചെയ്യാറില്ല. അതാണ് വേറൊരു വിഷയം. ഇവിടെ നന്മ ചെയ്യാൻ പഠിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്.
ന്യായം അന്വേഷിച്ച് ചെല്ലണമെന്നായിരിക്കുന്നത്. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. അല്ലേ? അവിടെ ആദ്യം പറഞ്ഞത് സിൻസ് ഓഫ് കമ്മീഷൻ, പക്ഷേ രണ്ടാമത് പറഞ്ഞത് സിൻസ് ഓഫ് ഒമിഷൻ എന്നുള്ളതാണ്. അപ്പം ഇവിടെയാണ് പലപ്പോഴും അതേ യെശയ്യാവ് തന്നെ ഈ ഉപവാസത്തെപ്പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. വളരെ രസകരമായൊരു ഭാഗമാണത്. അല്ലേ? നമ്മൾ ഉപവസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 58-ാം അധ്യായം, യെശയ്യാ 58-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, ഈ ഭാഗമൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം ഇതിന് തൊട്ട് മുമ്പുള്ള ചില ആഴ്ചകളിലൊക്കെ വളരെ വിശദമായി തന്നെ പ്രസംഗിച്ച വിഷയം. പിന്നെയും ഇതെന്തുകൊണ്ട് പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും പറയാൻ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. ബൈബിളിൽ വേറെ വിഷയമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നല്ല പ്രസംഗ വിഷയങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത്യാവശ്യം പ്രസംഗിക്കാനൊക്കെ ഉള്ള കൃപയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഈ നാളുകളിൽ മറ്റെന്തിനെക്കാട്ടിലും ഇതൊക്കെ തന്നെ പ്രസംഗിക്കണം. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന മാത്രം പോരാന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പം വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കണം. അല്ലേ? വിശപ്പുള്ളവരാരാ? നമുക്ക് ചുറ്റും വിശപ്പുള്ളവർ വല്ലതും ഉണ്ടോ? പണ്ട് ഞാനന്ന് രാവിലെ സർവീസിൽ പറയുമായിരുന്നു, ഈ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഞാൻ, ശരിക്കും പറഞ്ഞാൽ ജനിച്ചതല്ല, വളർന്നു വരുന്നത്. ഞാൻ 10-60 വർഷമായിട്ട് ഞാൻ ഈ പട്ടണത്തിലുണ്ട്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഈ ഭിക്ഷക്കാരുണ്ടായിരുന്നു ഒത്തിരി തിരുവനന്തപുരത്ത്. രാവിലെ ഇങ്ങനെ അമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഗേറ്റേ വന്ന് തട്ടും, അല്ലെങ്കിൽ മുറ്റത്ത് വന്ന് ഇങ്ങനെ ഒരു പാത്രമായിട്ട്. അവർ പലപ്പോഴും ചിലപ്പം ഈ പൈസ മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഈ സ്ത്രീകളൊക്കെ വന്നിട്ട് വല്ലതും കഴിക്കാൻ തരണേ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അമ്മച്ചിമാരൊക്കെ അടുക്കളയിൽ പോയി അവർക്ക് ചോറോ കഞ്ഞിയോ കറിയോ എല്ലാം കൂടെ ആ പാത്രത്തിൽ ഇട്ടിട്ട് അവർ ആ മൂലയിൽ അങ്ങനെ ചെന്നിരുന്ന് മൊത്തം അത് കഴിച്ചിട്ട് അവർ ആ പാത്രമൊക്കെ കഴുകിയെടുത്തുകൊണ്ട് തൊഴുത് നന്ദിയും പറഞ്ഞ് പോകുന്നു. ഇതൊരു രംഗം സാധാരണ ഞാൻ പണ്ട് കാണുന്നൊരു കാര്യമാണ്. വിശക്കുന്നവർ ഒന്ന് അമ്മ വിശക്കുന്ന വല്ലതും തരണേ എന്ന് ചോദിക്കുന്നൊരു പതിവ് ഞങ്ങളുടെ തിരുവനന്തപുരം പട്ടണത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു ഭിക്ഷക്കാരനെ കാണാനില്ല, കൊതിയാവുന്നൊരു ഭിക്ഷക്കാരനെ കാണാമെന്ന് പറഞ്ഞു. അതാണ് സത്യം. അപ്പം വിശക്കുന്നവരാരാ? നമുക്ക് ചുറ്റും നോക്കിയാൽ വിശക്കുന്നവരുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവർ. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാലുണ്ട്. ഈ വിശക്കുന്നവരെല്ലാം പാസ്റ്റർ അറിഞ്ഞ് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചാൽ നിങ്ങളൊക്കെ സഹായിക്കുമെന്ന് പാസ്റ്റർ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും വിശക്കുന്നവരെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കണ്ണ് തുറന്നൊന്ന് നോക്കണം. നിങ്ങളുടെ ചുറ്റും വിശന്നിരിക്കുന്നത് ആരാ? എന്നെ ശരിക്കും പറഞ്ഞാൽ തകർത്ത് കളഞ്ഞ ഒരു വാർത്ത 2-3 ദിവസം മുമ്പ് ഞാൻ കേട്ടു. എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്റർ വടക്കേന്ത്യയിലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ ഒത്തിരി പാസ്റ്റർമാരും മറ്റുമൊക്കെ മരിച്ചു, അവരുടെ ഭാര്യമാർ മരിച്ചു. പക്ഷേ പലപ്പോഴും ഈ പാസ്റ്റർ മരിച്ച കാര്യവും പാസ്റ്ററുടെ ഭാര്യ മരിച്ച കാര്യവും വലിയ വാർത്തയാണ്. പക്ഷേ ഒത്തിരി വിശ്വാസികളിവിടെ മരിച്ചു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയ വിശ്വാസിയല്ല, അവിടെയുള്ള ലോക്കൽ വിശ്വാസികൾ. അപ്പനും അമ്മയും മരിച്ചു, കുഞ്ഞുങ്ങൾ അനാഥരായി, അവരെ നോക്കാൻ സർക്കാരില്ല, ഇന്നിന് സഭയും ഇല്ല. സഭ അത്ര വലിയ ശക്തമൊന്നുമല്ല, അവിടെ സാമൂഹിക സംഘടനകളൊന്നുമില്ല. ഈ മരിച്ചയാളുടെ സ്വന്തക്കാരൊക്കെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി വളർത്തുന്നത്. അവർക്കോ കഴിക്കാൻ നിവൃത്തിയില്ല, പിന്നെ ഈ കുഞ്ഞുങ്ങളെ കൂടെ അവരെങ്ങനെ വളർത്തും? അങ്ങനെ ആരോ കണ്ടുപിടിച്ചു, ഈ അപ്പനമ്മയും മരിച്ച വിശ്വാസികളായ അപ്പനമ്മമാർ മരിച്ച കുഞ്ഞുങ്ങൾ അവർ ഭിക്ഷ യാചിക്കുന്ന ഒരു രംഗം ഒരാൾ പറഞ്ഞു. എന്നെ അത് വളരെ സങ്കടപ്പെടുത്തി. ദൈവമേ, നീതിമാൻ്റെ സന്തതി ഒരു നാളും അപ്പം വരക്കുകയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ട് അവരീ പറഞ്ഞ പോലൊരു മഹാമാരിയുടെ കാലത്ത് അപ്പനും അമ്മയും മരിച്ചു, കുഞ്ഞുങ്ങൾ അനാഥരായി, ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവിടെയുള്ള സഭ എന്ത് ചെയ്യുന്നു? അതവിടെ നിൽക്കട്ടെ. അവിടെയുള്ള സഭ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തൽക്കാലം വിടാം. ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് അടുത്ത ചോദ്യം, ആ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം. എളുപ്പമുണ്ടല്ലോ, ആരെങ്കിലും കൊണ്ടങ്ങ് തന്നാൽ നിങ്ങളങ്ങ് വളർത്താൻ. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ നിയമങ്ങൾ അങ്ങനെ പോയി കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനൊന്നും പറ്റത്തില്ല. എളുപ്പമല്ലത്, നിയമങ്ങൾ വളരെ കട്ടിയാണിപ്പോൾ. ഞാൻ ചോദിച്ചോട്ട് പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ദത്തെടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ വളർത്തുമോ? പണ്ടൊക്കെ എനിക്കറിയാം പല ഭവനങ്ങളിലും, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ തന്നെ പലരുടെ കാര്യങ്ങൾ ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചു. അവരുടെ മക്കളോടൊപ്പം 1-2 കുഞ്ഞുങ്ങളും കൂടെ വളരുന്നത് എനിക്കറിയാം. ഞാൻ പേരെടുത്ത് വേണേൽ ഞാൻ പറയാം. എനിക്കറിയാവുന്ന തന്നെ ചില ദൈവദാസന്മാർ, പ്രസിദ്ധരായവരാണ് അവർ, നിങ്ങൾക്ക് തന്നെ അറിയാം അവരുടെയൊക്കെ പേര് കേട്ടാൽ. അവർക്ക് 4 മക്കളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ എപ്പോഴും 5 മക്കളുണ്ട്, ഒരാളും കൂടെ വളരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അത് അവർക്ക് ഉണ്ടായതല്ല, പക്ഷേ ആ കുഞ്ഞും കൂടെ വളരുകയാണ്, അവരുടെ മകനെപ്പോലെ മകളെപ്പോലെ വളരുന്നു. അങ്ങനെയുള്ള പല ദൈവദാസന്മാരുടെ കാര്യം പഴയ കാലത്ത് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴെയുള്ള മാസ്റ്റർമാരൊന്നും അങ്ങനെ കാണുന്നില്ല, ഉള്ളവരാണല്ലോ. ഞാൻ ഈ ഇടയ്ക്കൊന്നും ആരുടെയും കാര്യം കേട്ടിട്ടില്ല. എനിക്കറിയാം തിരുവനന്തപുരത്ത് ഈ സഭയിൽ തന്നെയുള്ള ഒരു കുടുംബത്തിൽ ഇതുപോലൊരു മകൻ കൂടെ വളരുന്നത് എനിക്കറിയാം. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അല്ലേ? ഇതുപോലെയുള്ളവരെ അനാഥരെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക. ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, അനാഥരെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക.
എൻ്റെ വല്യമ്മച്ചി, ഞാൻ പറഞ്ഞു കേട്ടുള്ളതാണ്, എൻ്റെ പിതാവിൻ്റെ മാതാവ്, താൻ പ്രസവിച്ച എൻ്റെ പിതാവിൻ്റെ ഇളയ അനുജനെ പ്രസവിച്ച അനിയനെ ഇങ്ങനെ ഈ എടുത്തുകൊണ്ട് അവന് ആ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന കാലമാണ്. അപ്പോഴെൻ്റെ ഫാദറിൻ്റെ ഒരു കസിൻ മരിച്ചുപോയി. ആ വീട്ടിൽ ചെന്നപ്പം അമ്മ മരിച്ചുപോയി. ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അമ്മ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ വല്യമ്മച്ചിയുടെ ഇരിക്കുന്ന കുഞ്ഞും ഈ പറഞ്ഞ അമ്മ മരിച്ച കുഞ്ഞും ഏകദേശം ഒരേ പ്രായം തന്നെയാണ്. ആ കുഞ്ഞ് കിടന്ന് കരയുന്നു. എൻ്റെ വല്യമ്മച്ചി ആ മരണ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് ഇപ്പുറത്ത് വെച്ചുകൊണ്ട് 2 പിള്ളേരെ അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട്, എന്നിട്ട് 2 പേരും അപ്പുറവും ഇപ്പുറവും കൂടെ അമ്മച്ചിയുടെ മുല കുടിക്കുമായിരുന്നു, പാല് കുടിക്കുമായിരുന്നു. ഈ 2 പേരും പിന്നീട് വലിയ ആൾക്കാരായി. എൻ്റെ അങ്കിൾ, എൻ്റെ പാപ്പൻ, ഈ മറ്റേ ആളിനോട്, അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു വലിയ സൂപ്രണ്ടായി, അദ്ദേഹം ഇന്ന് ലോകത്തില്ല, മരിച്ചുപോയി. ഇവർ തമ്മിൽ കാണുമ്പം എൻ്റെ അങ്കിൾ കളിയാകടാ, എൻ്റെ അമ്മച്ചിയുടെ പാല് പാതി കുടിച്ചാനാ നീ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ തമാശ പറയുമായിരുന്നു. അന്നൊക്കെ അങ്ങനെയായിരുന്നു. ഒരു നീഡ് കണ്ടാൽ എടുത്തുകൊണ്ടെങ്കിൽ പോരും, പിന്നെ വരും വരാഴിയൊന്നും അടച്ചില്ല അല്ലേ. ഇതുപോലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാരും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഒരാവശ്യത്തിലിരിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടാൽ ഏത് ലെവൽ വരെ ഇറങ്ങിച്ചെന്നവരെ സഹായിക്കും. ഇനി കോവിഡ് സമയത്ത് നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, ഒത്തിരി പേര് സഹായം അർഹിക്കുന്നവരുണ്ട്, സഹായം ആവശ്യമായിരിക്കുന്നവരുണ്ട്. പക്ഷെ അവരെ നമ്മൾ കാണുന്നുണ്ടോ? അത് കാണാതെ നമ്മൾ എന്തൊക്കെ ഉപസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും, സൂമിൽ ഈ പറഞ്ഞാൽ 1000 പേരെ ചേർത്ത് പ്രാർത്ഥിച്ചാലും ഒന്നും ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങളിൽ ഈ സൂമിൽ ഇങ്ങനെ 1000ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രാർത്ഥനകളെ പറ്റിയൊക്കെ ചില ദേവസ്വം എന്നെയും വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ അവരെയൊക്കെ സത്യം പറഞ്ഞാൽ വഴക്ക് പറയുകയാണ് ചെയ്തത്. കുറേ നാളായില്ലേ ഈ സൂമിൽ കയറി എല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, എന്തോ ഫലം. ഇനി അങ്ങനെ പ്രാർത്ഥിക്കാത്തതിൻ്റെ കുഴപ്പമല്ല, ഇനി രാത്രി മൊത്തം വീടുകളിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാത്ത അല്ല, ഇനി കുറച്ചുകൂടി ഉപവസിക്കാത്ത അല്ല. കാരണം ബൈബിളിൽ ഇത് പണ്ടും ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉപവസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴൊക്കെ ദൈവം എനിക്ക് വെറുപ്പാണ്, എനിക്ക് ഇങ്ങോട്ടും എനിക്ക് അറപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് അറപ്പാകുന്നത്? എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല? അതിനുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ, നഗ്നനെ കണ്ടാൽ നീ ഉടുപ്പിക്കാതെ, സാധുക്കളെ കണ്ടാൽ നിൻ്റെ വീട്ടിൽ ചേർക്കാതെ, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കാതെ, നീ എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ നീ ചെയ്താൽ നിൻ്റെ രോഗസൗഖ്യം പെട്ടെന്ന് വരുമെന്ന്, യു വിൽ ഹാവ് സ്പീഡി ഹീലിംഗ് എന്നാണ്, പെട്ടെന്ന് വരും. ഇത് നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് സൗഖ്യം വരുന്നില്ല, അങ്ങോട്ട് ശരിയാവുന്നില്ല. കോവിഡ് വന്ന് മാറിയിട്ടും എൻ്റെ ക്ഷീണം മാറുന്നില്ല. ഇതൊക്കെയല്ലേ നമ്മളിപ്പോഴും പറയുന്നത്. ഈ ക്ഷീണമൊക്കെ മാറും, ഈ അസുഖമൊക്കെ മാറും അല്ലേ, പെട്ടെന്നൊരു രോഗശാന്തി വരും. എന്ത് ചെയ്യണം? അതിന് ഇപ്പോഴത്തെ മരുന്ന് മാറി വേറെ മരുന്ന് കഴിക്കണമെന്നല്ല, വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യമാണ് ഈ നാളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോട്ട് ചെയ്യുന്നൊരു വാക്യം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം ഏതാണ്? കാണാപ്പാടമാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ ഞാൻ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇതെല്ലാവർക്കും കാണാപ്പാടമാണ്, ശരിയല്ലേ? അതായത് ദേശത്തിന് സൗഖ്യം വേണം, സംശയമൊന്നും വേണ്ട. അപ്പോൾ ആ സൗഖ്യത്തിന് എന്താണ് കാരണം? എന്താണൊരു വേണ്ടുന്നത്? നമ്മുടെ മാനസാന്തരം അല്ലേ. സഭ മാനസാന്തരപ്പെടുമ്പം ദേശത്തിന് സൗഖ്യം വരും. ഇതാണ് കാര്യം അല്ലേ. ഈ പട്ടണത്തിന് സൗഖ്യം വേണോ എന്ന് ചോദിച്ചാൽ വേണം. നമ്മുടെ എല്ലാ പട്ടണങ്ങൾക്കും വേണം, എല്ലാ ഗ്രാമങ്ങൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗഖ്യം വേണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ബൈബിളിൽ ഒരു പട്ടണത്തിൻ്റെ പാപം, അത് ഈ പറഞ്ഞ പോലെ അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ പാപം അതികഠിനവുമാകുന്നു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം എടുക്കണ്ട. സോദോം എന്ന പട്ടണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ പട്ടണത്തിൻ്റെ പാപം അതികഠിനമായിരുന്നു. പക്ഷേ ആ അതികഠിനമായ പാപം ചെയ്തുകൊണ്ടിരുന്ന ആ പട്ടണത്തെ ദൈവം നശിപ്പിച്ചു. പക്ഷേ ആ പട്ടണത്തെ നശിപ്പിക്കാതെ കൊണ്ട് ഇടിവിൽ നിൽക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അബ്രഹാം. അദ്ദേഹം ദൈവമായിട്ട് ഇങ്ങനെ വിലപേശുകയാണ്. 50 നീതിമാന്മാരുണ്ടെങ്കിലോ ഇല്ല, 40 30 20 ശരി 10 ഒടുവിൽ നമുക്കറിയാം 10 പോലും ഇല്ലായിരുന്നു. ഈ ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് ബന്ധപ്പെടുത്തി ഇറക്കി അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കുകയായിരുന്നു.
പിന്നീട് ആ ദേശത്തെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ സോതോമിൻ്റെ പാപം എന്തായിരുന്നു? നമ്മൾ പലപ്പോഴും സോതോമിൻ്റെ പാപം എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ അയ്യോ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ സോഡമി എന്നുള്ള വാക്ക് തന്നെ വരാൻ കാര്യം എന്താ? സ്വർഗ്ഗരതി. അയ്യോ അത് മാത്രമല്ല, എസ്കേലിലോട്ട് വരികയാണെങ്കിൽ എസ്കേൽ 16-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം, എസേക്കിയേൽ 16:49, എസേക്കിയേൽ 16:49 സോതോമിൻ്റെ പാപം, നിൻ്റെ സഹോദരിയായ സോതോം. സോതോം ആരാ? നമ്മുടെ സിസ്റ്റർ അല്ലേ? ഇനി സോതോമിൻ്റെ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നുള്ളതാണുള്ള പ്രശ്നമുള്ളത്. നമ്മൾ സോതോമിൻ്റെ പാപം എഴുതിയിട്ടുണ്ട്. എന്താണ് സോതോമിൻ്റെ പാപം? നിൻ്റെ സഹോദരിയായ സോതോമിൻ്റെ അകൃത്യമോ ഗർവം. ഗർവം, ഇംഗ്ലീഷിൽ പ്രൈഡ് എന്നാണ്. നാടൻ ഭാഷ പറഞ്ഞ അഹങ്കാരം അല്ലേ? തിരുവനന്തപുരം ഭാഷ വേറെ നല്ല വാക്കുകളുണ്ട്, പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ ഒക്കത്തില്ല. ഗർവവും അടുത്ത് തീൻപുളപ്പ്, ചുമ്മാ തീറ്റി. ഈ കോവിഡ് സമയത്ത് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് ഓരോരുത്തർ തിന്ന് ഇപ്പം ഇടയ്ക്ക് ഞാനൊരു കാർട്ടൂൺ കണ്ടു, ഇപ്പം അതിൽ തിന്ന് വണ്ണം വെച്ച് ഇനി കതവിൽ കൂടെ പുറത്തിറങ്ങുമെന്നാണ് ഇനി സംശയം. കാര്യം സൈസ് അങ്ങ് വലുതായി, എക്സസൈസ് ഒന്നുമില്ലല്ലോ, ഇരുന്നിരുന്നങ്ങ് കഴിക്കുകയല്ലേ. എന്താ, ഒന്ന് ഫോണെടുത്ത് കുത്തിയാൽ മതി ഇങ്ങ് വരും വീട്ടിൽ അല്ലേ? ചുമ്മാ തിന്നുക. പണ്ടാണ് ചായക്കടയിൽ പോയി മേടിക്കണം, ഇപ്പോൾ എങ്ങും പോകണ്ട, വീട്ടിൽ വന്നോളും. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരും ഹോട്ടലിൽ പോയി ഇരുന്ന് പോലും കഴിക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ വരുത്തി കഴിച്ചോണം. ഇതല്ലേ നമ്മൾ കാത്തിരുന്നത്, വീട്ടിൽ വരുത്തി കഴിക്കുകയാണ് ഇപ്പം. ഈ തീൻപുളപ്പും അടുത്തത് നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. അടുത്തത് പ്രശ്നം എന്താണ് അവിടെ പറയുന്നത്? എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അതാണ് ഞാൻ പറയാൻ വരുന്ന പോയിന്റ്. തിന്നുന്നതൊക്കെ നിങ്ങൾ തിന്നോ? എളിയവനെയും ദരിദ്രനെയും സഹായിക്കുന്നുണ്ടോ? ഒത്തിരി പേർക്ക് ആശ്വാസമായി തിന്നുന്നത് തിന്നോ എന്ന് പറഞ്ഞപ്പോൾ. നിങ്ങൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ടാണ് ഇതിരുന്ന് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ സ്വിഗ്ഗിയും സൊമാറ്റോയോ ഒന്നും പറഞ്ഞില്ല അല്ലേ? അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള എളിയവനെയും ദരിദ്രനെയും നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? അതാണ് അവിടുത്തെ ചോദ്യം അല്ലേ? ഈ ഒരു വെരി ഗ്രീവിയസ് സിന്നാണിത്. Neither did she strengthen the hand of the poor and the needy എന്നുള്ളതാണ്. Poor and needy, they are always there അല്ലേ? ഒന്ന് കണ്ണൂർ നോക്കിയാൽ മതി, അവർ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ അവരിലേക്ക് നീ നിൻ്റെ കൈ നീട്ടി അവരെ സഹായിക്കുന്നുണ്ടോ? ഇതാണ് അവിടുത്തെ ചോദ്യം. ഇന്ന് ലിവിങ് ഇൻ ലക്ഷറി, ലിവിങ് ഇൻ പ്രോസ്പെറിറ്റി, അതിലെന്താ തെറ്റ്? സുഭിക്ഷതയിലും സമ്പന്നതയിലും കഴിയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ? സമ്പത്ത് അനുഗ്രഹം അനുഭവിപ്പാനല്ലേ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്? യഹോവയിലല്ലേ എല്ലാ അനുഗ്രഹവും വരുന്നതെന്നൊക്കെ ഒത്തിരി പേര് തർക്കിക്കാറുണ്ട്. ആയിക്കോട്ടെ, പ്രോസ്പെറിറ്റി ലക്ഷറിയൊക്കെ നല്ലത്, ദൈവം തന്നോ, അനുഭവിച്ചോ, കുഴപ്പമില്ല. പക്ഷേ അൺമൈൻഡ്ഫുൾ ഓഫ് ദ പോവർട്ടി ഓഫ് ദ ഫെലോമൻ, സഹജീവികളുടെ അവരുടെ ദാരിദ്ര്യത്തിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ നിങ്ങൾ സമ്പന്നതയിൽ കഴിയരുത്. അതേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങളിന്ന് സമ്പന്നനാണെങ്കിൽ ആ സമ്പത്ത് ദൈവം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിൽ മുൻകൂട്ടി ഏൽപ്പിച്ചു. എന്തിനു വേണ്ടി? നിങ്ങളുടെ സമക്ഷത്തുള്ള പാവപ്പെട്ടവർക്ക് നേരിട്ട് അവരുടെ കൈ കൊടുക്കാതെ നിങ്ങളുടെ കയ്യിൽ അങ്ങ് വിശ്വസിച്ച് തന്നേ ഉള്ളൂ. അത് അവർക്ക് കൂടെ പങ്കിട്ട് കൊടുക്കാനാണ് പ്രിയപ്പെട്ടവരെ. ഈ കോവിഡ് സമയത്ത് എനിക്ക് കുറച്ചുകൂടെ വരുമാനം ഉണ്ടായി. ഈ കോവിഡ് സമയത്ത് ഒന്നും ഓർത്തോണം, ഇല്ലാത്തവർക്കൊന്നുമില്ല, ഉള്ളവർക്ക് അധികം ഉണ്ടാവുന്നൊന്നും ഓർക്കണം. ഇന്ത്യയിലെ സമ്പന്നരുടെ കണക്കെടുത്താൽ 1% മൊത്തം വെൽത്ത് അവരാണ് അവകാശമാക്കി വെച്ചിരിക്കുന്നത്. അത് ഈ കാലത്ത് ഈ കോവിഡ് സമയത്ത് ഒരുപാട് കാശുണ്ടാക്കുന്നത് എനിക്കറിയാം. ഈ കോവിഡ് സമയത്ത് ചില ബിസിനസ്സുകൾ തഴച്ചു വളരുകയാണ് അല്ലേ? ഇതാണൊരു സത്യം. അപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിലധികം പണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നാം കഴിച്ചതിനപ്പുറം ഭക്ഷണം നമ്മുടെ വീട്ടിൽ വീണ്ടും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഭക്ഷണമില്ലാത്തവന് പണമില്ലാത്തവന് കൊടുക്കാൻ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കാൻ നമുക്ക് പണമുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആ സ്ത്രീയുടെ മകന് ഇപ്രാവശ്യം നോട്ട് ബുക്ക് മേടിച്ചോ നിങ്ങളെ തിരക്കിയോ? ക്ലാസ്സൊക്കെ ഓൺലൈനെന്ന് പറഞ്ഞാൽ എല്ലാ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ജോമെട്രി ബോക്സും പെൻസിലും റബ്ബറും എല്ലാം മേടിച്ചേ പറ്റൂ. അതാണ് സത്യം അല്ലേ? നമ്മളിതെല്ലാം നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഇതുണ്ടോ എന്ന് നമ്മൾ തിരക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അല്ലേ? നമുക്ക് കയറി കിടക്കാൻ നല്ല വീടുണ്ട്, ഒന്നിലധികം വീടുണ്ട്. ഈ സമയത്ത്, ഈ കോവിഡ് സമയത്ത് വരുമാനം ഈ പറഞ്ഞ പോലെ പെൻഷനെല്ലാം വേറെ ചിലവില്ല, ഈ പറഞ്ഞ പോലെ യാത്രകളൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പറമ്പും കൂടെ മേടിച്ചു എന്ന് ഈ കോവിഡ് സമയത്ത് വീണ്ടും നിങ്ങൾ പറമ്പിനോട് പറമ്പ് വാങ്ങിച്ച് കൂട്ടിയെങ്കിൽ, നിങ്ങൾ വീണ്ടും ഒരു ഫ്ലാറ്റും കൂടെ മേടിച്ചെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ കുറ്റം പറയല്ലോ പ്രിയപ്പെട്ടവർ, സത്യമായിട്ടും സ്വർഗത്തിൽ നിക്ഷേപം
നമുക്കുണ്ടാവണമെങ്കിൽ അത് ഭൂമിയിൽ വെച്ച് വേണം നമ്മളത് നിക്ഷേപം അവിടെ ഉണ്ടാക്കാൻ. ആ നിക്ഷേപം ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ ഉള്ള ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അറിയാമോ, നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ ഒരു കാര്യവും നമുക്ക് മേളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലേ? നമ്മുടെ വസ്തുവകകളുടെ പ്രമാണങ്ങളൊന്നും മേളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലേ? നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റും ഒന്നും മേളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ മേളിൽ വെറും കൈയോടെ തന്നെ പോകണം. പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പം നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി അവിടെ ഒത്തിരി ക്രെഡിറ്റ് വേണം, ഇവിടെ വെച്ചേ നമുക്കവിടെ ഉണ്ടാക്കാം. എങ്ങനെയാണ്? ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം നമുക്ക് തരുന്ന സമ്പത്ത് ഇവിടെ വെച്ച് ചിലവാക്കിയാൽ അവിടെ ചെല്ലുമ്പം നമുക്ക് ഒരുപാട് സമ്പത്ത് അവിടെ കാണും പ്രിയപ്പെട്ടവരെ. അത് ഞാൻ ചോദിച്ചോട്ടെ, ഒരു ജീവിതത്തിന് വേണ്ടുന്ന അത്യാവശ്യമൊക്കെ നമ്മൾ സമ്പാദിച്ച് വീണ്ടും അതിന് അധികമായിട്ടുള്ളതൊക്കെ ദയവായി അത് ഇനിയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട്, ഇനിയും അത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ആയിട്ടും, ഇനിയും അത് ഷെയറിലും ഡിബഞ്ചറിലും ഇൻവെസ്റ്റ് ചെയ്ത്, ഇനിയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മക്കൾക്ക് വേണ്ടി, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്നത് ദൈവം സഹായിച്ച് അവർക്കുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ അവർ ജോലി ചെയ്ത് അവർ ജീവിച്ചോളും. അവർ നിങ്ങൾ കെട്ടിയിടുന്ന വീട്ടിൽ ഇനി വന്നവർ താമസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ മേടിച്ചിട്ട് ആ പറമ്പ് ഇനി എവിടെയാണെന്ന് പോലും അവർക്കറിയത്തില്ല. ഞാൻ സ്നേഹത്തോടെ പറയുക, ഈ നാളുകളിലാണ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. നമുക്കറിയാമല്ലോ, ഈ ഷെയറുകളിലും മറ്റുമൊക്കെ, ഷെയർ ബിസിനസ്സിലൊക്കെ അവർക്കറിയാം എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്, അല്ലേ? അവർ നല്ല സമയം നോക്കി അവരെന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇപ്പോഴാകുന്നു ഏറ്റവും നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്യുവാൻ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാൻ? ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ. ഞാൻ വളരെ ധൈര്യത്തോടെ പറയാം പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ദൈവമക്കൾ ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. നമ്മളീ കെട്ടിയിട്ട വലിയ വീടുകളും, നമ്മളീ മേടിച്ചിട്ട ഈ തോട്ടങ്ങളും പറമ്പുകളും, നമ്മളീ ബാങ്കിൽ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിരിക്കുന്നതൊന്നും, ഇതൊന്നും സ്വർഗത്തിൽ ഒരു പൈസ പോലും നമുക്ക് ക്രെഡിറ്റായിട്ട് അവിടെ വരത്തില്ല. പക്ഷേ അതെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി സാധുക്കളെ നിങ്ങൾ സഹായിച്ചു നോക്ക്. തീർച്ചയായിട്ടും മുകളിൽ ഒരുപക്ഷെ നമുക്ക് ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അയാൾ തിരിച്ചു തരത്തില്ല എന്ന് ഉറപ്പാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കണം. ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങളങ്ങനെ തിരിച്ചു തരാൻ നിവൃത്തിയില്ലാത്തവരത്തിന് നിങ്ങൾ കൊടുത്താൽ അത് നിങ്ങൾ യഹോവയ്ക്ക് കടം കൊടുക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ആ കൊടുത്തയാൾ മടക്കി തരത്തില്ല, പക്ഷേ യഹോവ നിങ്ങൾക്ക് മടക്കി തരും. എവിടെ? ഇവിടെ അല്ല, അവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ പാസ്ബുക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എടുത്തിട്ട്, നമ്മുടെ ഇപ്പോൾ എല്ലാം ഓൺലൈനാണല്ലോ, എൻ്റെ ബാങ്കിൽ ഇപ്പോൾ എത്രയായി എന്നെടുത്ത് നോക്കുന്നു നിങ്ങളൊക്കെ. ഞാൻ ചോദിച്ചോട്ടെ, മേളത്തെ അക്കൗണ്ടിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കാനുള്ളൊരു ഏർപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് നോക്കൂ, അവിടെ എൻ്റെ അക്കൗണ്ടിൽ എത്ര കിടപ്പുണ്ട്. ഇവിടെ വലിയ ധനികനായിട്ട് ജീവിച്ചിട്ട് വെറും ദരിദ്രനായിട്ട് അവിടെ ചെന്ന് കയറേണ്ട ഒരു ഗതികേട് ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്നോട് പറയുന്നുണ്ടായിരിക്കും, അയ്യോ അവിടെ ഒന്നും വേണ്ട, അങ്ങ് ചെന്ന് പറ്റിയാൽ മതിയായിരുന്നു. അതെ, അതും അടുത്ത പ്രശ്നമാണ്. ഈ ചെന്ന് പറ്റുമെന്നുള്ളതിന് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലായിരിക്കുമോ പലരും, അല്ലേ? അവിടെ നമുക്ക് ഒന്നുകൂടെ നിത്യത ഗൗരവത്തോടെ എടുക്കാം പ്രിയപ്പെട്ടവരെ. ദൈവരാജ്യം ഗൗരവത്തോടെ എടുക്കാം. ദൈവരാജ്യം, ദൈവവിഷയം സംബന്ധിച്ച് സമ്പന്നനായിരിക്കുക എന്ന് പറയുന്ന പോലെ, അല്ലേ? ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഗൗരവമായിട്ടെടുക്കാം പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നോട്ട് അവർ പ്രേയേഴ്സ് അലോൺ, ഈവൻ അവർ ആംസ്, അല്ലേ? നമ്മുടെ ധർമ്മവും കൂടെയാണ് സ്വർഗത്തിൽ ചെല്ലുന്നത്. അതുകൊണ്ട് നമുക്കൊരു മാനസാന്തരം ആവശ്യമുണ്ട്. നമുക്കൊന്ന് മടങ്ങി വരാം. കണ്ണടയ്ക്കുമോ? നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കണം, പക്ഷേ പലപ്പോഴും ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നില്ല. ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ ചില കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. പ്രാർത്ഥന മാത്രം പോരാ, ഞങ്ങൾ തന്നിരിക്കുന്ന സകലവും ഞങ്ങൾ അതില്ലാത്തവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക കൂടെ വേണമെന്ന് ഞങ്ങൾ പഠിച്ചു. അത് കേട്ട് ഞങ്ങളുടെ തലയിലൊരു അറിവായിട്ട് മാത്രം അതിനെ നിർത്താതെ അത് പാലിക്കുവാൻ ഞങ്ങൾക്കുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബമായി കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവസ്ഥകളെല്ലാം അങ്ങ് അറിയുന്നതിനായിട്ട് സ്തോത്രം. ദൈവസഭയായി ഞങ്ങൾ അന്യോന്യം കർത്താവെ മാതൃക ഈ നാളുകളിൽ ഞങ്ങൾ ഇങ്ങനത്തെ വിഷയങ്ങൾ കാണിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.